വെൽക്കം ബാക്ക് ടു അലയൻസ് ഗ്രൂപ്പ് ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റ്. ഹ്യൂമൻ റൈറ്റ്സ് റൗണ്ടിൽ ഇന്ന് ജോമോന്റെ സ്റ്റോറിയാണ് നാം കാണാൻ പോകുന്നത്. സ്റ്റോറിയെക്കുറിച്ച് ജോമോനോട് തന്നെ ചോദിക്കാം. എന്താണ് ചെയ്തിരിക്കുന്നത്? സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ സമരം ചെയ്യാതിരിക്കാനും ജീവിക്കാനും നമുക്ക് അവകാശമുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഹർത്താലാണ്. അതിനെക്കുറിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജോമോന്റെ സ്റ്റോറി കാണാം. ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രതിഷേധങ്ങളും അറിയിക്കാൻ നിവേദനം മുതൽ ബന്ദ് വരെയുള്ള നിരവധി വഴികളുണ്ട്. ആവശ്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും തീവ്രതയനുസരിച്ച് ഇതിലേതു വഴി ഉപയോഗിക്കണമെന്ന് യുക്തിപൂർവം തീരുമാനിക്കേണ്ട കാര്യമാണ്. സമരാഹ്വാനം നൽകുന്ന നമ്മുടെ പല നേതാക്കൾക്കും ഈ യുക്തി ഇല്ലെന്നു മാത്രമല്ല, അധികാരികളെ പ്രതിഷേധമറിയിക്കാനുള്ള പല സമരങ്ങളും പൊതുജനത്തിനെതിരായാണ് മാറുന്നത്. ബന്ദ് എന്ന പേരിലും ഹർത്താൽ എന്ന പേരിലും ആഴ്ചയ്ക്ക് ഓരോന്ന് വീതവും പ്രത്യേകമായി നടത്തുന്ന ഈ കാടൻ സമരങ്ങളുടെ നൂറുകണക്കിന് ഇരകളിൽ ഒരാളെ നമുക്ക് കാണാം. പേര് രമേശ്. ഈ സംഭവം നടന്ന 28/11/96. ഇത് കല്ലുകൊണ്ടതല്ല, പെട്ടെന്ന് കുനിഞ്ഞപ്പോൾ സ്റ്റിയറിംഗ് അടിക്കുന്ന അടിയായത്. രണ്ടാമത്തെ ഡയറക്റ്റ് പോയിരുന്നു. കല്ല് വരുന്നുണ്ട് കുനിഞ്ഞപ്പോഴാ ഇത്. പിന്നെ എനിക്കറിയാം 11 അന്ന് IC യൂണിറ്റ് കിടക്കുന്നത്. 11 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബോധം തെളിയുന്നത്. അത് കഴിഞ്ഞ് ഈ സൈഡ് മൊത്തം തളർന്നു പോയി. ലെഫ്റ്റ് സൈഡ് ഡോറ് തുറന്ന് മുറ്റത്തോട്ടിറങ്ങിയ കടക്കാരക്കാരന് വയ്യ. ആത്മഹത്യയ്ക്ക് തന്നെ കൊച്ചുങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പോയി. തെക്കുളങ്ങര പാലത്തിന്റെ മേലെ വെച്ച് ചേച്ചിയുടെ ഭർത്താവ് വന്ന് പൊക്കി കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് നിർത്തി. നമ്മൾ വേറെ ഇന്ന് കടം തീർക്കുന്നു. അവരെ നമുക്ക് ചാപ്പാട് വരുന്നു. ബാങ്കിലെ കിടക്കാടം 15 സെന്റ് ഉണ്ടായിരുന്നത് ബാങ്കിൽ പോയി. ഉറക്കത്തിൽ പോലും ഞാൻ ഞെട്ടി ഉണരാറുണ്ട് ബന്ധു കേൾക്കുമ്പോൾ. മൃഗങ്ങൾക്ക് പോലും അനുഭവപ്പെടരുത് എന്നുള്ളത് അത്ര ത്യാഗം ഞാനും എന്റെ വീട്ടുകാരും അനുഭവിച്ചത്. കോടതിയിൽ ഈ കേസ് പോയായിരുന്നു. വാദി പ്രതിയായെന്നുള്ള രീതിയിലാണ് കോടതിയിൽ നിന്ന് പോരുന്നത്. ഇതുപോലൊരു കല്ല് ഏതു നിമിഷവും നമ്മുടെ മേലും വന്നു വീഴാം. ഇങ്ങനെ ജീവിതം തകർന്ന എത്ര നിരപരാധികൾ. ഈ സംഭവം നടന്ന സ്ഥലത്ത് ഒരു മയിൽക്കുറ്റി പെഴുതിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു, ക്രോസ് ചെയ്തിട്ടിരുന്നു. അയാൾ അങ്ങോട്ട് പോകുമ്പോൾ അതില്ല. അതിനുശേഷം ഈ ബന്ദിന്റെ അനുഭാവികൾ റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിരുന്നതാണ്. അപ്പൊ അവര് ബാക്കിയൊക്കെ പിടിച്ച് മാറ്റി. ഇത് പിടിച്ച് മാറ്റിയിരുന്നില്ല. ഈ കല്ലിൽ വന്ന് ഇടിച്ചു, ശക്തിയായിട്ട് ഇടിച്ചു. തികച്ച് മേലോട്ട് പൊങ്ങിയിട്ട് കറങ്ങി വന്ന് കവിഴ്ന്ന് വീണെന്നാ പറയുന്നത്. അയാളില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീടാകെ അനാഥമായതാ. ഇത് ഒരു കാലത്തും ആർക്കും, ഒരു രക്ഷകർത്താക്കൾക്കും, ഒരു കൊച്ചുങ്ങൾക്കും, ഒരു ഭാര്യയ്ക്കും ഉണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ച് തന്നെ അവസാനം കുറിച്ചെന്നാ പറയുന്നതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് ബന്ധും ഹർത്താലും 4 ആൾ കൂടി നിൽക്കുന്ന പോലും കാണുന്ന എനിക്ക് വിഷമം. ബന്ധുക്കണക്ക് അവരെ സംബന്ധിച്ച് ആവശ്യമാണ്, പക്ഷെ ഇത് വളരെ ദോഷമാണ് സാധാരണക്കാർ. ഇത്തരം സമരങ്ങളെ നിരോധിച്ചില്ലാതാക്കാനാവില്ല. നിരോധനം വന്നാൽ പേരുമാറും, അത്ര തന്നെ. 1997 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫുൾബെഞ്ച് വിധി പ്രകാരം തന്നെ ബന്ദ് എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. കോടതിയുടെ മുമ്പിൽ ഏതായാലും പരാതിയും തെളിവുകളും വേണം. അപ്പൊ അതിനൊരു പൗരൻ ഇങ്ങനൊരു പരാതി വരുന്നില്ല എങ്കിൽ കോടതി നിസ്സഹായരാണ്. 2008 ഏപ്രിൽ മാസം 8-ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പഞ്ചായത്തിൽ നടന്ന ഒരു പ്രാദേശിക ഹർത്താൽ ദിനം. ആ പുരുഷന്റെ അങ്ങോട്ട് കാട്ടിലേക്ക് പോയാൽ ഒരു വിഷയം ഉണ്ടായിരുന്നില്ലായിരുന്നു. എന്താ അറിയത്തില്ല? നിനക്ക് മാത്രമേ അറിയാൻ പാടില്ല. നിനക്ക് നിന്റെ മോനാളിക്ക് അറിയാൻ പാടില്ല. കോപ്പി അങ്ങനെ അന്നേരം കാണിച്ചതാ. രാവിലെ 9 മണിക്കാണ് പരീക്ഷ. അത് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്ത പല കുട്ടികളും ഉണ്ട്. പെട്ടെന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞുള്ള ഓരോ പാർട്ടിക്കാർക്കും തോന്നുമ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുക. ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ പരീക്ഷ എഴുതിയില്ല, സപ്ലിമെന്ററി എഴുതുമ്പോൾ തോറ്റേണ്ട സ്വഭാവമായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഓവറോൾ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിനകത്ത് നമുക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിലും സെക്കൻഡ് ക്ലാസ് എന്ന് വരുത്തുള്ളൂ. ഇവിടെ എങ്ങനെ അവകാശം നിഷേധിക്കപ്പെടുന്നു? മൗലിക അവകാശങ്ങൾ മനുഷ്യനുണ്ട്. അത് ഓരോ മനുഷ്യനും ബൈ ബർത്തായിട്ട് തന്നെ ഈ അവകാശങ്ങളുള്ളതാണ്. ആ അവകാശങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജീവിക്കാനുള്ള അവകാശം, സ്വതന്ത്രമായിട്ട് നമുക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം,
അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശം, മറ്റുള്ളവർക്കുള്ളതുപോലെ സമത്വമായിട്ട് ജീവിക്കാനുള്ള അവകാശം. ഇത് എപ്പോഴാണ് ധ്വംസിക്കപ്പെടുന്നത്, അപ്പോഴും ഏതൊരു വ്യക്തിക്കും അതിനെ ചലഞ്ച് ചെയ്യാം. കോടതി മുഖേന അത് പിന്നെ ഒരു പരിഹാരം, ഒരു റിലീഫ് അവകാശമുണ്ട്, അത് ചെയ്യാം. സമരാഹ്വാനം ചെയ്യുന്ന നേതാക്കളുടെയും ആരെങ്കിലും ബന്ദ് ആഹ്വാനം ചെയ്താൽ ആരാണെന്നോ കാരണമെന്താണെന്നോ അന്വേഷിക്കാതെ വീട്ടിൽ അടയിരിക്കുന്ന നമ്മുടെയും മനോഭാവം മാറിയെങ്കിലേ ഇത്തരം കാടൻ സമരങ്ങൾക്ക് അവസാനമാകൂ. ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും അവസാനത്തെ സമരമുറയായ ബന്ദിന്റെയും ഹർത്താലിന്റെയും കേരളത്തിലെ കണക്കുകൾ ഇങ്ങനെ. ബന്ദ് നടത്തിയവർക്കോ ബന്ദിന് പൂർണ്ണ സഹകരണം നൽകിയ നമുക്കോ അറിയില്ല ഇവയെല്ലാം എന്തിനു വേണ്ടി നടത്തിയതെന്ന്. നമ്മളുടെ മുന്നിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കളോട് നമുക്ക് പറയുവാൻ കഴിയണം ഈ കാടൻ സമരങ്ങളിൽ നിന്ന് പിന്മാറുകയെന്ന്. സമരം ചെയ്യുവാനുള്ള നിങ്ങളുടെ അവകാശം എന്നതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. സിറ്റിസൺ ജേർണലിസ്റ്റ് എസ് ജോമോൻ. എപ്പോഴും വളരെ വ്യത്യസ്തമായ സ്റ്റോറി ചെയ്യുന്ന ആളാണ് ജോമോൻ. നമ്മൾ വെറുതെ ഇരിക്കുന്നതിനെ കുറിച്ച് പറയും, ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മളിത് എങ്ങനെയാണ് ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ പറ്റി. എന്തെങ്കിലും ഒരു രസകരമായ ഒരു കാര്യം ഉണ്ടാവും എപ്പോഴും ജോമോന്റെ സ്റ്റോറിയിൽ. നമുക്ക് ആദ്യം സിറ്റിസൺ ജൂറിയുടെ ഒപ്പീനിയൻ അറിയാം ജോമോന്റെ സ്റ്റോറിയെ കുറിച്ച്. അതിനകത്തൊരു പോലീസ് വാഹനം കിടക്കുമ്പോൾ തന്നെയാണ് ആൾക്കാരുടെ അടുത്ത് ഈ ബന്ദ് നടത്തുന്നവർ കയർക്കുന്നത് കണ്ടത്. അപ്പോൾ ഈ ഷോട്ട് കണ്ടു. പക്ഷെ അതിനകത്ത് എനിക്കൊരു സംശയം, ജോമോനെ ഇതുപോലെ തന്നെ അവരോട് കൂടി ചോദിക്കാമായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തടസ്സം ചെയ്യുന്നത്? കാരണം ഞങ്ങൾക്കും നടക്കാനും പോകാനും ഒക്കെ ഉള്ള അവകാശമില്ലേ എന്നുള്ള ഒരു ചോദ്യം ഏതെങ്കിലും ഒരു സമരം നടത്തുന്ന സമരാനുകൂലിയോടുകൂടി ചോദിക്കാമായിരുന്നു എന്നൊരു. അതെ, ഈ സമരം നടത്തുന്നവരോട് അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ചെന്ന് ഞാനൊരു ക്യാമറയായിട്ട് ചെന്ന് നിന്ന് നിങ്ങളെന്തിനാണ് സമരം നടത്തുന്നതെന്ന് ചോദിക്കാൻ ഞാനൊരു ആസ് എ ഹ്യൂമൻ ബീങ്, എനിക്കും എന്റേതായ വികാരങ്ങളും വിചാരങ്ങളും, ഞാനും ഒരു മനുഷ്യനാണ്, അടികൊണ്ട എന്റെ ശരീരം നോക്കും, ചെന്ന് ചോദിച്ച് അടിവേടിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ജോമോന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ചീഫ് ജൂറിയോട് ചോദിക്കാം. സർ, ജോമോന്റെ റിപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് റിപ്പോർട്ട്. എനിക്ക് 1-2 സംശയങ്ങളുണ്ട്. അതിന് സത്യസന്ധമായ ഉത്തരം പറയുമ്പോൾ ഈ ഈച്ച അടിച്ചത് നിങ്ങൾ സ്റ്റേജ് ചെയ്തതാണോ ശരിക്കും നടന്നതാണോ? ശരിക്കും നടന്നതാണ്. അത് അവിടെ നിൽക്കുന്ന പോലീസുകാർ നിങ്ങളുടെ പരിചയക്കാരാണ്. പക്ഷെ ഞാൻ ദൂരെ നിന്ന് സൂം ചെയ്ത് എടുത്തതാണ്. അയാളെ യൂഷ്വൽ വർക്ക് അയാൾ ചെയ്യുന്നു, ഞാൻ ഷോട്ട്. ഇതിൽ ഏതൊക്കെ ഷോട്ട് എടുക്കുന്നു അവർക്കും അറിയില്ലല്ലേ. എനിക്ക് കിട്ടിയത് വളരെ ഹ്യൂമറായിട്ടുള്ളൊരു ഷോട്ടായിട്ട് തോന്നി. ഈവൻ അദ്ദേഹത്തെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ്. നാളെ ഒരു പക്ഷേ എന്നോട് ചോദിക്കാം, നീ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന്. പക്ഷേ അവർ റിസ്ക് എടുത്തു. അതായത് പിന്നെ ഒരു കല്ല് കാണിക്കുന്നുണ്ട്, ഇതുപോലൊരു കല്ല്. അത് വലിയൊരു പാറക്കല്ല് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. സെക്രട്ടേറിയറ്റിന്റെ ചെറിയ പാറക്കല്ലാണ് സാർ. അത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ്. സ്വാഭാവികമായും അത് ഉപയോഗിക്കാവുന്നതാണ്. കാര്യം അവിടെയാണ് മിക്കവാറും ഇതൊക്കെ നടക്കാറ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് എടുത്തതാണ് ഷോട്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ജോമോന്റെ ഈ സ്റ്റോറിയുടെ പിന്നിലുള്ള ഐഡിയോളജിയെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഹർത്താൽ പാടില്ല, സ്ട്രൈക്ക് പാടില്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ജോമോന്റെ അഭിപ്രായത്തിന് യു ആർ എൻടൈറ്റിൽ, അത് യു ഹവ് ഡൺ ഇറ്റ് വെൽ. ഹർത്താൽ ചെയ്യുന്നവരോടുകൂടി ചോദിക്കേണ്ടത് എന്തിനാ ഹർത്താൽ ചെയ്യുന്നത് ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം സിറ്റിസൺ ജേർണലിസ്റ്റിന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് അപ്പൊ ആ ഒരു പൊസിഷൻ, ആ ഒരു വാന്റേജ് പോയിന്റിൽ നിന്ന് ആ ഒരു പൊസിഷൻ എടുത്തതിന് ശേഷം ചെയ്യുന്ന സ്റ്റോറി ആയതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് നൈസ് സ്റ്റോറി. ഈ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ച് കുറച്ചും കൂടി നിൽക്കായിരുന്നു. അത് വായിച്ചു വരാൻ സമയം കിട്ടുന്നില്ല. അതൊരു ടെക്നിക്കൽ പോയിന്റ് ആണ്. അത് നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്. നല്ല സ്റ്റോറിക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഒരു നല്ലൊരു നരേറ്റീവ് ഫോം ഉണ്ട്. രസകരമായിട്ട് യു ഓൾവേസ് ടെൽ യുവർ സ്റ്റോറീസ് ഇൻ എ നൈസ് മാനർ. അതിൽ ഇമ്പോർട്ടന്റ് മൊമെന്റ്സ് ഓൾസോ. വയസ്സായവരുടെ ഒരു അനുഭവം വളരെ ടച്ചിങ് ആണ്. സോ ഓവറോൾ വെരി വെൽ ഡൺ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ജോമോന്റെ സ്റ്റോറിയെ കുറിച്ച് മറ്റ് ജഡ്ജസിന്റെ ഒപ്പീനിയൻ അറിയാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.